ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണനെ കൊണ്ട് ഒരു സമാധാനവുമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്ത്വനം വീണ് നാല് വഴിക്കാകുന്നതിനെ പറ്റിയുള്ള ആകാംക്ഷയും അല്ലെങ്കിൽ ആ ഒരു ഉത്കണ്ഠയും കൂടുതൽ ശരിക്കും പറഞ്ഞ അപ്പുവിനാണ് കേട്ടോ. അപ്പുവിൻ്റെ ജീവിതം വഴിമുട്ടും, അതൊരു സത്യം. മറിച്ച് അപ്പുവിൻ്റെയും അതുപോലെ ഹരിയുടെയും കുഞ്ഞിൻ്റെയും ജീവിതം വഴിമുട്ടുന്നതിനോടൊപ്പം തന്നെ ഈ കുടുംബം നാല് വഴിക്കായി പോകുമല്ലോ എന്നും താൻ അത്രമാത്രം ഈ കുടുംബത്തെ സ്നേഹിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പു മുൻകൂർ തന്നെ ഇവരോട് എല്ലാവരോടും പറഞ്ഞതാണ്. പക്ഷെ കണ്ണൻ്റെ ഈ നിർബന്ധത്തിന് വഴങ്ങി ബാലൻ ആ തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നു. ബാലനാണെങ്കിൽ വീതം വെക്കണമെന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുക. എന്തായാലും നമ്മുടെ കഥ ഇനി വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും സങ്കീർണതകൾ കൂടിയാണ് നമ്മുടെ കഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാലൻ തീരുമാനിച്ചതനുസരിച്ച് അനിയന്മാരോട് രണ്ടുപേരോടും ചോദിച്ചു, എന്താണ് നിങ്ങളുടെ തീരുമാനം, എന്താണ് ചെയ്യേണ്ടത്? രണ്ടുപേരും പറഞ്ഞു. ആദ്യം ഒന്ന് ആലോചിച്ച് നിന്നു. അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഇതിന് സമ്മതമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ശിവൻ പറഞ്ഞ കാര്യം, അവന് വീതം കൊടുക്കണ്ട എന്നൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനപ്പുറം മറ്റു പല കാര്യങ്ങളും ഇവിടെ ചിന്തിക്കാൻ അല്ലെങ്കിൽ തീരുമാനിക്കാനുണ്ട്. അതിനെല്ലാം അപ്പുറം അവന് മാത്രമായി എല്ലാം കൊടുക്കാനായിട്ട് താൻ അനുവദിക്കില്ല. തനിക്ക് അതിനോട് യാതൊരു താല്പര്യമില്ലെന്നുള്ള കാര്യവും പറഞ്ഞു. ഹരി പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കാതെ കയറി അങ്ങ് യെസും പറഞ്ഞു. ഇപ്പോൾ ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് നമ്മുടെ ബാലനും ദേവിയുമാണ്. കാരണം അപ്പു പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചയ്ക്കുള്ള സത്യം തന്നെയാണ്. കാരണം അപ്പുവിൻ്റെയും അതുപോലെ ഹരിയുടെയും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് ഇനി ജീവിതത്തിൽ മുന്നോട്ട് എന്താണ് വെക്കാനുള്ളത്? ഒന്നുമില്ല. അങ്ങനെ പാവങ്ങളാകെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ തൻ്റെ ഗതികേട് കൊണ്ട് നമ്മുടെ അപ്പു കണ്ണനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ കണ്ണൻ അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അപ്പുവോ ഹരിയോ ആരും എതിൽ പോയാലും അവന് യാതൊരു പ്രശ്നവുമില്ല. ഹരി ഈ കാര്യങ്ങളെല്ലാം ഹരിയെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹരിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും അപ്പുവിനോട്. അന്നേരം കണ്ണൻ പറഞ്ഞ ഒരു ഒറ്റ ഡയലോഗാണ്, ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ ജീവിതം നടക്കില്ലെന്ന്. അതായത് തമ്പിയോട് പോയി സ്വത്ത് ചോദിക്കാൻ. അങ്ങനെ ആ ഒരു ഗതികേടിലേക്ക് പോലും അപ്പുവിനെ തള്ളിവിടാൻ ഇനി ഒരു മടിയുമില്ല എന്നുള്ളൊരു രീതിയിലാണ് കണ്ണൻ്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ജു കണ്ണനോട് ചോദിച്ചു, നീ എന്താടാ, ആരോടാടാ, എന്നതാടാ പറഞ്ഞതെന്ന് വല്ല ബോധവും നിനക്കുണ്ടോ എന്നൊക്കെ. ഈ സമയത്ത് കണ്ണൻ തൻ്റെ ഭാവി മാത്രമാണ് താൻ നോക്കിയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയും. തനിക്കത് നോക്കേണ്ട കാര്യമുള്ളൂ. വീട്ടിലുള്ള എല്ലാവരുടെയും ഭാവിയും അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നോക്കി നടന്നാൽ തൻ്റെ ജീവിതം വഴിമുട്ടിപ്പോകും, തൻ്റെ ജീവിതം വഴിയാധാരമായി പോകും. അതിന് തനിക്ക് എന്തായാലും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ണൻ ഇങ്ങനെ പറയുക. ഈ കണ്ണൻ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ ദേവി ഒരുപാട് വേദനിച്ചു കേട്ടോ. ദേവി എന്നിട്ട് മുറിയിൽ പോയിരുന്നു ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമാണ്. അങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണൻ അമ്പിനും വില്ലിനും അടുക്കില്ല, കണ്ണനും പിടിച്ച മുയലിനും 3 കൊമ്പ് എന്നുള്ള രീതിയിലാണ് കണ്ണൻ നിൽക്കുന്നത്. കണ്ണൻ എന്നിട്ട് ഇങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞത് അത് ദേവിയെ വല്ലാണ്ട് അങ്ങോട്ട് മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാക്കി. ദേവി എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുക, എത്രത്തോളം ഇവന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ്, അല്ലെങ്കിൽ ഇവന് വേണ്ടി എത്രത്തോളം താൻ അനുഭവിച്ചതാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. എന്നിട്ട് കൂടി ഇവനിങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ ശരിക്കും പറഞ്ഞാൽ ദേവിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ദേവി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അഞ്ജു അങ്ങോട്ടേക്ക് ചെന്ന് ദേവി ഇങ്ങനെ കരയുന്നത് കണ്ടു. അപ്പോൾ ദേവേച്ചി എന്ന് വിളിച്ച് ചെന്നു. അപ്പോൾ വേഗം കണ്ണുനീരൊക്കെ തുടച്ച് അഞ്ജുവിൻ്റെ അടുത്ത് ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക. എന്താ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, അവൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ദേവേച്ചിക്ക് വല്ലാത്ത സങ്കടമായി എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു ദേവി. ദേവേച്ചി ആരോട് കള്ളം പറഞ്ഞാലും എന്നോട് മാത്രം കള്ളം പറയരുതെന്നും ദേവീച്ചയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കുന്നത് എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മറച്ചു വെച്ചുകൊണ്ട് ദേവേച്ചി എന്തിനാ എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുമ്പോൾ ദേവേച്ചിയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കുന്നത് എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ജു ഇങ്ങനെ പറയുക. എന്നാലും അഞ്ജു അവൻ അങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവി ഇങ്ങനെ പറയുമ്പോൾ ഇതൊന്നും അവൻ മനസ്സായിട്ട് ഒരു പക്ഷേ പറയുന്നതായിരിക്കില്ല ദേവേച്ചി. അവന് നമ്മളോട് ആരോടും പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തെ ചൊല്ലിയായിരിക്കാം ഒരു പക്ഷെ അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെയാണെന്നോർത്ത് ദേവേച്ചി സമാധാനിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുക അഞ്ജു. പക്ഷെ അതിലൊന്നും സമാധാനം കണ്ടെത്താൻ ദേവിക്ക് കഴിയുന്നില്ല. അപ്പോൾ ദേവി പറഞ്ഞു, എന്തായാലും ഇതിനധികം താമസിയാതൊരു തീരുമാനം ഉണ്ടാകും. ഈ കുടുംബം തല്ലി പിരിയുന്ന അല്ലെങ്കിൽ പിരിച്ച് നാല് വഴിക്കാക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും അഞ്ജു പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല ദേവേച്ചി, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു.
വിഷമിക്കാതിരുന്നിട്ട് എന്താ കാര്യം, സംഭവിക്കാനുള്ളത് സംഭവിക്കില്ലേ എന്ന് ദേവി ഇങ്ങനെ ചോദിക്കാം. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരമൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയിട്ടോ. ഇത് കഴിഞ്ഞു രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവിയും അതുപോലെ ദേവൂട്ടിയും കൂടി ഉമ്മറത്ത് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കൊച്ചിനെ കഴിക്കാനൊക്കെ കൊടുത്ത പഠിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങോട്ടേക്ക് കണ്ണൻ കയറി വരുന്നത്. ഈ കണ്ണൻ അതിലിതിലേക്ക് നടന്നേച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും കൊച്ച് കണ്ണനെ കണ്ട സന്തോഷത്തിൽ ഓടിച്ചെന്ന് ഹായ് കണ്ണൻ കത്തിച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അങ്ങ് കെട്ടിപ്പിടിച്ചു. അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ കണ്ണൻ ഇങ്ങനെ ഒന്ന് വട്ടം കെട്ടിപ്പിടിക്കാനും ഒന്ന് വാത്സല്യം കാണിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ അപ്പു അകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. അപ്പു ഇറങ്ങി വന്നപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടു. ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേക്കും പിടിച്ചിങ്ങ് വലിച്ചു കൊച്ചിനെ. ആരാടി നിന്റെ കണ്ണൻ കൊച്ചച്ചൻ? ഈ നിൽക്കുന്നതേ നിന്റെ കണ്ണൻ കൊച്ചച്ചനൊന്നും അല്ല. ഇനി മേലിൽ നീ അങ്ങനെ വിളിച്ചു പോയേക്കരുത്, മേലിൽ ഇനി ഇവൻ്റെ അടുത്ത് പോലും നീ പോയേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പു ഭയങ്കരമായിട്ട് കൊച്ചിനോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ദേവി ഇങ്ങനെ അമ്പരന്ന് നോക്കി നിൽക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞും ഇതുപോലെ അമ്പരന്ന് നോക്കി നിൽക്കുക. കണ്ണനും ഇങ്ങനെ ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അപ്പു ഇത് പറഞ്ഞപ്പോഴും, അല്ലെങ്കിൽ അപ്പു ഒരുപാട് കാര്യങ്ങൾ ആ സമയം കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു. ഈ കുടുംബത്തിലുള്ളവരുടെ മനസ്സറിയാത്ത, ഈ കുടുംബത്തിലുള്ളവരുടെ സ്നേഹം അറിയാത്ത, ഈ കുടുംബത്തിനെ അന്യരായി കാണുന്ന ഇവനെ നീ എന്തിനാ കൊച്ചച്ചാന്ന് വിളിക്കുന്നതെന്നൊക്കെ കൊച്ചിനോട് ചോദിച്ചു. മോൻ്റെ കൊച്ചച്ചനായിരുന്നു ഇവനെങ്കിൽ ഒരിക്കലും ഈ കുടുംബത്തിനോട് ഇതുപോലൊരു ക്രൂരത ഇവൻ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് നീ ഇവനെ കൊച്ചച്ചാ എന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും നമ്മുടെ കണ്ണന് ആകെ വല്ലാതെ ഒരു ഭാവമാറ്റമൊക്കെ. കണ്ണൻ എന്നിട്ട് എന്ത് ചെയ്തു, ഇവരുടെ നേരെ ഒരു നോട്ടോ നോക്കി നേരെ അകത്തേക്ക് കയറി ഓടി. നല്ലതിനായിക്കോട്ടെ ചീത്തയ്ക്കായിക്കോട്ടെ അപ്പു പറഞ്ഞത് സത്യമായ കാര്യമാണ്. അപ്പോഴേക്കും നമ്മുടെ ദേവി കണ്ണൻ കയറി വാതിലടച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേവി അപ്പുവിനോട് ചോദിച്ചു, നീ എന്താ അപ്പു കാണിച്ചേ? നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയേന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ എന്തു പറയാനായിരുന്നു ദേവടത്തി? അവൻ ചെയ്ത കാര്യമല്ലേ ഞാൻ പറഞ്ഞോളൂ. അവൻ അത്രത്തോളം നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചില്ലേ. ഈ വന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് വേദനകൾ മാത്രം അവൻ നമുക്ക് സമ്മാനിച്ചില്ലേ. എത്രത്തോളം വേദന നിങ്ങൾ രണ്ടുപേരും സഹിച്ചു. സ്വന്തം മകനായി അവനെ വളർത്തി ഈ നിലയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തള്ളി പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പു ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സങ്കടം കൊണ്ടുള്ള ദേഷ്യപ്പെടൽ. അന്നേരം അതൊക്കെ വിധിയാണെന്നും അതൊന്നും ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറയുക. ദേവേടത്തിക്കെല്ലാം അത് വിധിക്ക് കൈമാറാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിന് കഴിയില്ലെന്നും പറഞ്ഞു അപ്പു ഇങ്ങനെ പറഞ്ഞു. ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും അപ്പു നിൽക്കില്ലെന്ന് ദേവേടത്തിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതല്ലേ. അതുപോലെ തന്നെയാണ് ഈ കാര്യവും. ന്യായമല്ലാത്ത ഒരിടത്തും ഞാൻ നിൽക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ അപ്പു ഇങ്ങനെ അകത്തേക്ക് കയറി പോവുക. ഈ സമയത്ത് ദേവി ഇങ്ങനെ അവിടെ ആലോചനയും കാര്യങ്ങളും വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശിവനും അഞ്ചുവും കൂടെ റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുവാണ്. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ കണ്ണൻ്റെ കാര്യങ്ങൾ വീണ്ടും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കണ്ണൻ്റെ കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇപ്പോൾ നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട സമയമല്ലെന്നും നീ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചാൽ അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുമെന്നുള്ള കാര്യം നമ്മുടെ ശിവൻ ഇങ്ങനെ അഞ്ജുവിനോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് കുഞ്ഞിനെക്കുറിച്ചാണെന്നും കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്ത മാത്രം മതി, കുഞ്ഞിൻ്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ ഇങ്ങനെ അഞ്ജുവിനെ ഉപദേശിക്കുന്നു. പക്ഷെ അവൻ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല ശിവേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അത് മനസ്സിൽ നിന്ന് പോകണം, അല്ലാതെ ഒരിക്കലും സമാധാനമായിട്ട് നിനക്കിരിക്കാൻ കഴിയില്ല. നിൻ്റെ സമാധാനം പോയാൽ അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും. അത് മറ്റാരേക്കാളും നന്നായി നിനക്കറിയാവുന്ന കാര്യമല്ലേ അഞ്ജു എന്നും ചോദിച്ച് ശിവൻ ഇങ്ങനെ ഉപദേശിക്കുക. എന്നിട്ട് ശിവൻ ഇങ്ങനെ അഞ്ജുവിനെ മടിയിൽ ചേർത്ത് കിടത്തി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവരുടെ മുറിയിൽ ഇങ്ങനെ ആ ഒരു സ്വകാര്യതയിൽ ഇരിക്കുകയാണേ. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ എങ്ങനെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ബാലൻ കടയടച്ചിട്ട് കയറി വന്നു. ആരോടും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല, ആരോടും ഒന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് ചെല്ലുന്നു. മുറിയിലേക്ക് ചെന്നപ്പോൾ പഴയ ആ ഉത്സാഹമോ അല്ലെങ്കിൽ ആ ഒരു സന്തോഷമോ ആ ഒരു ഒത്തൊരുമ ഇതൊന്നും ഇപ്പോൾ കാണാനില്ല. എന്നിട്ട് മുറിയിലേക്ക് ചെന്നിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ പണ്ടത്തെ കാര്യം, ഇവർ കണ്ണൻ അങ്ങൊക്കെ പഠിക്കാൻ പോകുന്നതിന് മുൻപ്, അമ്മ മരിക്കുന്നതിന് മുൻപ് സാധനം കുടുംബം എത്രത്തോളം സന്തോഷകരമായിരുന്നു ആ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് തൻ്റെ മനസ്സ് അതുപോലെ ശരീരമൊക്കെ ഒരുപോലെ തകർന്നു പോയി. ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് അമ്മയെക്കുറിച്ച് ഓർത്തുന്നിട്ട് അമ്മയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. എല്ലാം കൈവിട്ട് പോയമ്മേ എന്നും പറഞ്ഞ് ആ ഒരു മൈൻഡിൽ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. എന്തായാലും കുടുംബം നശിപ്പിച്ച് നാല് പേരെയും തല്ലിപ്പിരിക്കാനായിട്ടും അതുപോലെ ദേവിയെയും ബാലനെയും പെരുവഴിയിലാക്കാനും വന്ന കണ്ണൻ ഇവരുടെ എല്ലാവരുടെയും, അതായത് അപ്പുവിൻ്റെ ആ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് മനസ്സ് മാറി ചിന്തിക്കുന്ന ഒരു ഗതിയിലേക്ക് വന്നു. കുടുംബത്തെ തല്ലിപ്പിരിക്കാതെ തൻ്റെ
ആ ഒരു വിഹിതം തനിക്കിങ്ങ് കിട്ടിയാൽ മതി എന്നുള്ളൊരിതിൽ. അപ്പോൾ നേരത്തെ അത് ഏട്ടത്തിമാരോട് കണ്ണൻ പറഞ്ഞെങ്കിൽ ഇപ്പം കണ്ണൻ അത് തീരുമാനിച്ചു. എങ്ങനെയാണെങ്കിലും സാന്ത്വനം കുടുംബം വീതം വെക്കാൻ തനിക്ക് യാതൊരു താല്പര്യമില്ല, അത് ചെയ്യണമെന്നും താൻ പറയില്ല. പക്ഷേ തനിക്ക് കിട്ടാനുള്ള തുക അത് നിങ്ങൾ 3 പേരും കൂടെ വീതം വെച്ച് അല്ലെങ്കിൽ വീതിച്ച് എവിടെ നിന്നാന്ന് വെച്ചാൽ ഉണ്ടാക്കി തന്നാൽ മതി, ഞാൻ അതുകൊണ്ട് പോയിക്കോളാം. പിന്നെ ആർക്കും ഒരു ശല്യത്തിനും താൻ വരില്ലെന്ന് അത് ബാലനോടും കണ്ണൻ നേർക്ക് നേരെ നിന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പാവം ബാലൻ ആകെ സങ്കടമായിട്ടോ. ഇവർ 3 പേരെന്ന് പറഞ്ഞാൽ ഹരിയുടെ അവസ്ഥ ബാലൻ അറിയാം, അതുപോലെ ശിവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം, ബാലൻ്റെ അവസ്ഥ, ഇവരുടെ 3 പേരുടെയും അവസ്ഥകൾ ബാലൻ നന്നായി അറിയാം. ഇവരൊന്നും കൂട്ടിയാൽ അത് കൂടില്ലെന്നും അറിയാം. അങ്ങനെ അപ്പുവിൻ്റെ ആ ഒരു ഇടപെടൽ കൊണ്ട് കണ്ണൻ തൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ മാറ്റിയെങ്കിൽ പോലും വീണ്ടും വീണ്ടും പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് രീതിയിൽ പറഞ്ഞാലും ഈ പറഞ്ഞ തുക കണ്ണന് വേണം. ആ തുക കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് തന്നെ പറയുന്നത്. അങ്ങനെ കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം ബാലൻ്റെ അടുത്തേക്ക് ദേവി ചെന്നു. അപ്പോൾ ദേവി ചോദിച്ചു, എന്താ ബാലേട്ട എപ്പോഴും ഇങ്ങനെ ആലോചനയായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓരോ സമയത്തും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാടോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചു. അടുത്തത് എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ദേവിയോട് ബാലൻ പറയുക. അങ്ങനെയൊക്കെ അവൻ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ സാധനം വീട് വീതം വെച്ചാൽ അത് അവന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു രീതിയിൽ അങ്ങ് അവസാനിക്കും എന്നാണ് ഇത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സാന്ത്വനം വീതം വെക്കേണ്ട, അവനുള്ള വീതം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിയുടെ അവസ്ഥ അത് ബാലേട്ടന് അറിയാവുന്നതല്ലേ. അതുപോലെ തന്നെ ശിവനോട് നമുക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ചോദിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബാലേട്ടൻ ഈ ക്യാഷൊക്കെ എവിടെ നിന്നെടുത്ത് കൊടുക്കും? ഇവൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇവൻ എന്തോ ഒരു വലിയ പ്രശ്നം അതുണ്ടായിട്ടുണ്ട് ബാലേട്ട, അതെന്താണെന്ന് കണ്ടുപിടിക്കാതെ ഒരു രക്ഷയില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഇങ്ങനെ പറയും. അപ്പോൾ ഇവർ തമ്മിൽ കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്തായാലും തല്ലിപ്പിരിയാനിരുന്ന സാന്ത്വനം കുടുംബത്തെ രക്ഷിച്ചുകൊണ്ടാണ് അപ്പു ആ ഒരു കാര്യം അങ്ങ് പറഞ്ഞത്. അതോടുകൂടി എന്തായാലും നമ്മുടെ കണ്ണൻ്റെ മനസ്സങ്ങ് മാറി. അപ്പോൾ അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക്